എപ്പോഴും ദമ്പതികൾ പറയാറുണ്ട്, ഡോക്ടർ ഞങ്ങൾ തമ്മിലുള്ള കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ആ ഒരു ലൈംഗിക താല്പര്യം കുറയുന്നു. ഹസ്ബൻഡ് രണ്ടുപേരും പരസ്പരം പറയാറുണ്ട്, അപ്പോൾ പഴയ പോലുള്ള ലൈംഗിക താല്പര്യം ഇല്ല, അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഓവലേഷൻ ടൈമിലൊക്കെ ബന്ധപ്പെടാൻ ഡിഫിക്കൽറ്റി വരുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇൻഫെർട്ടിലിറ്റിയിൽ ഇമോഷണൽ ഇൻറ്റിമസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ സെക്ഷൽ ഇൻറ്റിമസി എന്ന് പറയും. നമ്മൾ കാണുക, ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക, തലോടിക്കുക എല്ലാം വരുമ്പോൾ നമ്മുടെ ബോഡി ന്യൂറോ ഹോർമോൺസ് ഉണ്ട്. എപ്പോഴും സെക്ഷൽ ഇൻറ്റിമസി അല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നമ്മളെപ്പോഴും ഒരു ഇമോഷണൽ ഇൻറ്റിമസിയും അത് ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യും. നമുക്കറിയാം, ക്യാമ്പസിൽ രണ്ടുപേരും പ്രണയം അവരനുഭവിക്കുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉന്മാദമുണ്ട്. ആ ഉന്മാദം ന്യൂറോ ഹോർമോൺസാണ്. അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അവർ ഇമോഷണൽ ഇൻറ്റിമസി, നോൺ സെക്ഷൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമുക്ക് ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലെങ്കിൽ പ്രോബ്ലം വരാം. അല്ലെങ്കിൽ മധ്യയിൽ ഓവലേഷൻ ടൈമിൽ അവർ ബന്ധപ്പെടുക, ഡോക്ടർ പരിശോധിക്കുക, ആ സമയത്ത് അവിടുന്ന് സ്വാംശത്തിലുണ്ടോ നോക്കുക. ഇതെല്ലാം അവർക്ക് സ്ട്രെസ് ഹോർമോൺ കൂട്ടുന്നതാണ്. അത് അവരുടെ സെക്ഷൽ ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യും. അബ്നോർമലായിട്ടുള്ള നോൺ പ്രഷറുള്ളായിട്ടുള്ള ന്യൂറോ ഹോർമോൺസ് അഫക്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ വെൽബീയിങ് ഹോർമോണായ ഡോപ്പമൈൻ, സെറോട്ടോണിൻ്റെയൊക്കെ ഉൽപ്പാദനത്തെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു ലൈംഗികമായിട്ടൊരു മരവിപ്പ് അനുഭവപ്പെടും. അത് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊസിഷനെ പറ്റി ആളുകൾ ചോദിക്കാറ്. ഉള്ളി തിങ് നമ്മൾ അവിടെ സ്പോം ഡെലിവറി നടക്കണം, ഇതേ ഉള്ളൂ. പൊസിഷൻ അല്ല അവിടെ പ്രാധാന്യം. പ്രോപ്പറായിട്ട് കോയിറ്റ് റിലേഷൻസ് വയ്ക്കുക, തലോണയുടെ പൊസിഷനൊക്കെ മാറ്റുന്നതൊക്കെ അത് അപകടകരമാണ്. അതൊക്കെ ചിലപ്പോൾ കൂടുതൽ അവർക്ക് സ്ട്രെയിൻ ഉണ്ടാക്കിയേ ഉള്ളൂ. ആ ഒരു ഇൻറ്റിമസി വന്ന് അറ്റൻഡ് ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെർട്ടൈൽ പീരീഡിൽ ചിലർക്ക് സെക്ഷൽ ഡിസയർ കൂടാം, ചിലർക്ക് കുറയാം. അതുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുകയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഫോണോഗ്രഫി കണ്ടുകൊണ്ട് രണ്ടുപേരും ഫോണോഗ്രഫി കണ്ടുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. അത് അവർ തമ്മിലുള്ള ഇമോഷണൽ ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യും. ക്രമേണ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നമുക്ക് ഓവലേഷൻ എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്. യൂറിനിലെ ടെസ്റ്റ് നോക്കുന്ന സാഹചര്യമാണ്. അത് 24 to 48 hours ബിഫോർ ഓവലേഷനാണ് റൈസ് ചെയ്യുന്നത്. നമ്മൾ അത് ഒരു പേഷ്യൻ്റ് അറിയാൻ പറ്റും. ഏറ്റവും നല്ല സ്കാൻ ഒരു മെത്തേഡാണ്. സ്കാനിങ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ സീരിയലായിട്ട് ഫോളിക്കൽ സൈസ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം. അണ്ടം പൊട്ടിയിട്ടുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ലെവൽ കൂടുന്നത് നമ്മളെ സഹായിക്കും. നമ്മൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ നമ്മളൊന്നും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ നാക്കിൻ്റെ വെച്ച് ടെമ്പറേച്ചർ എടുത്ത് ഒരു പേപ്പറിനകത്ത് എഴുതിയിടുന്ന സഹായമാണ്. ഓവലേഷൻ ടൈമിൽ ടെമ്പറേച്ചർ ഒന്ന് ഡിപ്പ് ചെയ്യും, പിന്നീടാണ് റൈസ് ചെയ്യുന്നത്. ആ ഒരു ടൈമാണ് അണ്ടോൽപാദന സമയം. അങ്ങനെ കവർ ചെയ്യുന്ന നമ്മളെ സഹായിക്കും. എങ്ങനെ ഇൻഫെർട്ടിലിറ്റി പ്രിവെൻറ്റ് ചെയ്യാം? ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ലെറ്ററാണ്. 2 സിസ്റ്റേഴ്സിന് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് കുഞ്ഞുങ്ങളായിട്ട്. നമ്മൾ നോക്കണം, നമ്മുടെ സൈക്കിൾ റെഗുലർ ആണോ, സൈക്കിൾ ഇറഗുലാരിറ്റി ഉണ്ടോ. ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് യൂട്രസ് എങ്ങനെയുണ്ട്, ഓവറി എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഓവറിയിൽ ആവശ്യത്തിന് അണ്ടോ ഉണ്ടോ,
ഓവറിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കണം. അമിത തൂക്കം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം. ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വ്യായാമം ശ്രദ്ധിക്കണം. നമ്മൾ ഡയറ്റ് വളരെ ഹെൽത്തി ആയിരിക്കണം. നമ്മുടെ ഡയറ്റ് നമ്മൾ വെസ്റ്റേൺ രീതിയിലോട്ടങ്ങ് മാറി. നമ്മുടെ ഗട്ടിന് നമ്മുടെ പണ്ടത്തെ ഒരു നമ്മൾ തൈര് മൊലിനൊക്കെ കിട്ടിയിരുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു സദ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ. ഇപ്പോൾ അതല്ല. ഫാസ്റ്റ് ഫുഡിലോട്ട് മാറ്റം നമ്മുടെ വയറിനുള്ള അഴുക്ക് ബാക്ടീരിയ കൂട്ടും. അഴുക്ക് ബാക്ടീരിയ വയറിനുള്ളിൽ കൂടുമ്പോൾ അത് യൂട്രസിലുള്ള ബാക്ടീരിയ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നതിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യണം. ലൈംഗികമായിട്ടുള്ള ആരോഗ്യം ശ്രദ്ധിക്കണം. അപരിചിതനുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ലൈംഗികമായിട്ടുള്ള ശീലങ്ങൾ, സ്വയംഭോഗം, അമിതമായിട്ടുള്ള സ്വയംഭോഗം, ഫോണോഗ്രഫി വീക്ഷണം, ഇതെല്ലാം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബന്ധത്തെ എഫക്റ്റ് ചെയ്യും. ലൈംഗിക രോഗങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. ആ ഭാഗത്ത് അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ കൂടെയുള്ള ഇൻഫെക്ഷൻസ് അകത്ത് ചെന്ന് ട്യൂബിന് ഇൻഫെക്ഷൻ വരാം. അപ്പം നമ്മുടെ ശാരീരികവുമായിട്ട് മാനസികവുമായിട്ട് നമ്മൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈക്കിൾ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിലോ, പുരുഷന്മാർക്ക് അമിത തൂക്കം ഉണ്ടെങ്കിലോ, വൃഷണത്തിൻ്റെ വലിപ്പം ചെറുതാണെന്ന് തോന്നിയാലോ, വൃഷണത്തിൻ്റെ സ്ഥാനങ്ങളിലുണ്ടെന്ന് തോന്നിയാലോ, ഉദാഹരണ പ്രശ്നങ്ങളുണ്ടെങ്കിലോ എല്ലാം ശ്രദ്ധിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സംശയ നിവാരണം ഉറപ്പുവരുത്തണം. അമിത ഭയം ആവശ്യമില്ല.